ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറച്ച് സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന സാരീസ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മൾ നേരത്തെ എപ്പോഴും ഓരോരോ ഫാബ്രിക് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഡിസൈൻസ് ഒക്കെ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഡിസൈൻസ് ആണ്. പക്ഷെ അത് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലിനകത്ത് ചെയ്തിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സാരീസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലിനെയും 2-3 സാരീസ് വെച്ചിട്ട് കാണിക്കാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ പ്രിന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലോ വാട്സ്ആപ്പിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം. ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് മഹേശ്വരി സിൽക്കിൽ വന്നിരിക്കുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരീസ് ആണ്. മഹേശ്വരി സിൽക്ക് എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി മെറ്റീരിയൽ എക്സ്പ്ലനേഷൻ വേണം തോന്നില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഒരു യെല്ലോ ഷെയ്ഡിൽ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഒത്തിരി കട്ടി വരുന്നൊരു മെറ്റീരിയൽ അല്ല, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കുറച്ചൊരു ചെറിയൊരു ഷൈനിങ്ങോടുകൂടി, നോർമൽ സിൽക്കൊക്കെ പോലെ ഭയങ്കര ഒരു ഷൈനിങ് ഒന്നും വരത്തില്ല. നമ്മുടെ ചന്തേരി സിൽക്കിനോടൊക്കെ സിമിലർ വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു വീവിംഗ് ആണ്. ഈ ഒരു ബോർഡറിലുള്ള വീവിംഗ് ആണ് മഹേശ്വരി സിൽക്കിന്റെ അതിന്റെ ആ ഒരു ട്രഡീഷണൽ ലുക്കും അതിന്റെ ആ ഒരു പ്രത്യേകതയും ഈ ഒരു രീതിയിലായി മഹേശ്വരി ബോർഡേഴ്സ് വരുന്നത്. ഇതിനകത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന രീതിയിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ വലിയ ബോർഡറിൽ യെല്ലോ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ബോർഡർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ബോർഡർ, അതായത് നമ്മുടെ ചെസ്റ്റ് പോർഷനിലൊക്കെ ഉള്ളിൽ വരുന്ന ബോർഡർ ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് സാരി വന്നിരിക്കുന്നത്. ഫുൾ ബോർഡർ സാരിയും ഇതുപോലെ ഒരു ബോർഡർ പാറ്റേണിൽ വന്നതിന് ശേഷം പല്ലു വരുമ്പോഴത്തേനും ഈ ഒരു ബോർഡറിന്റെ പാറ്റേൺ പല്ലു വരുന്ന രീതിയിലാണ് സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ആ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. വളരെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് ഈ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ. നമുക്ക് ഈ സെയിം പ്രിന്റ് തന്നെ ഇപ്പൊ നമ്മൾ മഹേശ്വരി സിൽക്കിൽ കാണിക്കുന്ന ഈ സെയിം പ്രിന്റ് തന്നെ നമുക്ക് കോട്ടായിലും അതുപോലെ മൽക്കോട്ടണിലും ചന്തേരി സിൽക്കിലും കോട്ട ഫാബ്രിക്കിലും ഇങ്ങനെ 3-4 മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അവൈലബിൾ ആകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും നമുക്ക് ഈ 4 മെറ്റീരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും അവൈലബിൾ ആയി വരും. ഇത് നമ്മൾ മഹേശ്വരി ഒരു യെല്ലോ ബ്ലാക്ക് ഡിസൈൻ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ കാണിക്കുന്ന ഫസ്റ്റ് സാരിയെ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് മഹേശ്വരി സിൽക്കിൽ, അതായത് ഈ ഒരു ഫാബ്രിക്കിൽ വരുമ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 2359 ആണ്. 2359 റുപ്പീസ് ആണ് വരുന്നത്. ഇത് ഓരോ മെറ്റീരിയൽ വൈസ് ആണ് ഇതിന്റെ പ്രൈസിന് വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് ഈ മഹേശ്വരി സിൽക്കിന്റെ തന്നെ ഒരു കളർ കോമ്പിനേഷനോടെ കാണിച്ചു തരാം. ഇതാണ് ഒരു ബ്ലാക്ക് തന്നെയാണ് ബേസ് കളർ വരുന്നത്. പ്ലെയിൻ ആയിട്ട് വരാതെ ആ ഒരു ബ്ലാക്കിൽ ചെറിയ മോട്ടീവ്സ് വരുന്ന ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡിയും ഇതുപോലെ ഡിസൈൻസ് വരും. നേരത്തെ കണ്ടതിന്റെ ബോഡി പ്ലെയിൻ ആയിരുന്നു, ബോർഡേഴ്സ് മാത്രം വരുന്ന ഒരു പാറ്റേണിലായിരുന്നു. ഇതിനകത്ത് വരുമ്പോഴത്തേനും ബോഡി പ്ലെയിൻ അല്ല, ചെറിയ മോട്ടീവ്സോടുകൂടി വരുന്ന ഒരു സാരിയിൽ ഒരു മെറൂണിഷ് റെഡ് ഷെയ്ഡിൽ 2 സൈഡിലും ഒരേപോലത്തെ ബോർഡർ വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഡെയിലി വെയറിന് പറ്റുന്ന ഒരു നല്ല കളക്ഷനാണ്. എന്നാൽ നല്ലൊരു പ്രീമിയം ലുക്കും കൊടുക്കുന്ന ഒരു സാരിയാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും ഉടുക്കാം. അതല്ല നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും നല്ല രീതിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എന്നാലും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എപ്പോഴും ഫസ്റ്റ് വാഷ് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സ്യൂട്ടബിൾ. പിന്നെ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ വാഷോ അല്ലെങ്കിൽ കളർ കാർഡൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു സാരിയുടെ ലൈഫിന് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് അങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു പോർഷൻ, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ കലംകാരിയൊക്കെ പോലെ തന്നെ അതിന്റെ ഒരു പെർഫെക്ഷനിലല്ല അതിന്റെ ഭംഗി വരുന്നത്, അതിന് ആ നാച്ചുറൽ ലുക്കിൽ തന്നെ അതിന്റെ ഭംഗി വരുന്നത്. ഇങ്ങനെയാണ് അതിനകത്ത് സാരീസ് വരുന്നത്. ഇതിന്റെ ഈ ഒരു പല്ലു പോർഷനിലൂടെയും ചെറിയ വീവിങ്സ് വന്നിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. പല്ലുവിലും കണ്ട ഒരു ഗോൾഡൻ ചെറി വീവ് ആ ഒരു മംഗൽഗിരി പട്ടിന്റെ മഹേശ്വരി സിൽക്കിന്റെ ആ ഒരു പട്ട് വീവിങ് ഇതിന്റെ ഇടയ്ക്കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ ചെറി ലൈൻസ് പല്ലുവിലും ഇടയ്ക്കൂടെ ഉണ്ട്. വീഡിയോയിൽ അത് എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയത്തില്ല. എന്നാലും ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ. ഈ 2 സാരീസിനകത്തും ബ്ലൗസ് അവൈലബിൾ ആണ്. ഞാൻ മറ്റേ സാരിയുടെ ബ്ലൗസ് എടുത്ത് കാണിക്കാനായിട്ട് വിട്ടു. ഇങ്ങനെയാണ് ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. ഇതാ ബ്ലൗസ് പാറ്റേൺ വരുന്നത്. ആ ഒരു ബോർഡറിന് സെയിം ആയിട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഈ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. മഹേശ്വരി സിൽക്ക് പ്രിന്റ് മാറുന്നതോ അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്നതോ അനുസരിച്ചൊന്നും റേറ്റിൽ വ്യത്യാസം വരത്തില്ല. റേറ്റ് മെറ്റീരിയൽ വൈസിലാണ് വ്യത്യാസം വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ട ഫാബ്രിക്കിലുള്ള ഈ സെയിം ബ്ലോക്ക് പ്രിന്റ് ആണ്. സെയിം പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിക്കുന്നതിന് സെയിം പ്രിന്റ് അല്ല, പക്ഷെ നമുക്ക് ഈ ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ്
വന്നിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻസ് നമുക്ക് എപ്പോഴും വന്നില്ലെങ്കിലും നമുക്ക് ഇത് തന്നെ നമുക്ക് കോട്ടായിലും ഇത് തന്നെ നമുക്ക് മഹേശ്വരി സിൽക്കിലും ഒക്കെ അവൈലബിൾ ആകും. ചില പ്രിന്റുകൾ നമുക്ക് എപ്പോഴും ഒരേപോലെ അവൈലബിൾ ആയത് നമ്മുടെ ഒരു മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വന്നിരിക്കുന്ന കോട്ട സാരിയാണ്. ഇതിനകത്ത് ഒരു സൈഡിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഗ്രീൻ നമുക്ക് ആ ഒരു ബോർഡറിന്റെ രണ്ട് വശത്തും ഇതുപോലെ സെറി വീവിങ് ഇതിനും വന്നിട്ടുണ്ട്. അത് ആ ഗ്രീനിൽ വരുമ്പം ഗ്രീൻ ടോണിൽ വരുന്നത് പോലെ, മോൾ പോർഷനിൽ യെല്ലോയിൽ വരുമ്പം യെല്ലോ പോർഷനിൽ വരുന്നത് പോലെ ആയിട്ടാണ് ഇതിനകത്ത് ആ ഒരു സെറി വീവ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ വന്നത് പോലെയാണ്. ആ ബോർഡർ എക്സാക്ട്ലി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആ ബോർഡറിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ഫുൾ പല്ലു വന്നിരിക്കുന്നത്. ഇത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്റ്റാർച്ച്ഡ് അല്ലാതെ സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ കോട്ടൺ കോട്ട സാരി ഉപയോഗിക്കുന്ന നല്ല സ്റ്റിഫായിട്ട് ഉപയോഗിക്കാം. അല്ല സ്റ്റാർച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നല്ല മയമായിട്ട് ഒതുങ്ങി കിടക്കുന്നത് പോലെയും ഈ ഒരു സാരി ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരും യൂസ് ചെയ്യുന്നതിന്റെ ഇഷ്ടം പോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഏത് ക്ലൈമറ്റിനാണെങ്കിലും, ഈവൻ ഇപ്പം മഴക്കാലത്താണെങ്കിലും അതുപോലെ ചൂടുകാലത്താണെങ്കിലും നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ കോട്ട. നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ ഇതിനകത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ഡൈസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട സ്കിൻ അലർജീസ്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചില ഡൈസ് ഒക്കെ യൂസ് ചെയ്താൽ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് സ്കിൻ അലർജീസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത. അപ്പം ഇങ്ങനത്തെ നാച്ചുറൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫാബ്രിക്കിന് വരത്തില്ല. അതും ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്തും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഒരു ഓഫ് വൈറ്റിൽ ബോർഡർ മാത്രം സെയിം ആയിട്ട് വരും. ആ ഒരു ഗ്രീൻ ബോർഡർ തന്നെ നമ്മുടെ സാരിയുടെ വരുന്നത് പോലെ തന്നെ ഗ്രീൻ സെറി വീവിൽ വരുന്നത് പോലത്തെ ബോർഡർ ആണ് വരുന്നത്. പക്ഷേ ബോർഡറിൽ ബ്ലൗസിൽ വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റിൽ ബ്ലാക്ക് വരുന്നത് പോലത്തെ പ്രിന്റ് ആണ്. റണ്ണിങ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ്, നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുവല്ല, റണ്ണിങ് ഫാബ്രിക് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. പക്ഷേ ടൈ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് പാറ്റേണിലാണെന്നേ ഉള്ളേ. നമുക്ക് ഈ ഒരു കോട്ട മെറ്റീരിയൽ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് വരുന്നത് 1850 ആണ്. ഇപ്പം ഓരോ മെറ്റീരിയലിന്റെ കോസ്റ്റ് അനുസരിച്ചാണ്, അതുപോലെ ബോർഡേഴ്സിന്റെ ഒക്കെ കോസ്റ്റ് അനുസരിച്ച് ഇതിന്റെയൊക്കെ റേറ്റ് മാറുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് എല്ലാത്തിനും ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഡൈസ് യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് എല്ലാ മെറ്റീരിയലും, നമ്മൾ ഇപ്പൊ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് ഒരു കളർ ചേഞ്ച് കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊരു മെറൂണിഷ് റെഡ് ടോണിൽ നമുക്കൊരു ഓഫ് വൈറ്റിൽ ഒരു ബേജ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സ് വരുന്ന പോലെയാണ്. ഇതും രണ്ട് സൈഡിലും സെയിം സൈസ് ബോർഡേഴ്സ് വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. രണ്ട് സൈഡിലും സെയിം വലുപ്പത്തിൽ വരുന്ന ഒരു ബേജ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ബോർഡർ ആണ്. അതുപോലെ ബ്ലാക്ക് ആണ് ഇതിന്റെ ഒരു തേരുവശം വരുന്നത്. അപ്പൊ ബ്ലാക്കിൽ ആ ഒരു സെറി വർക്ക് വരുന്നത് പോലെയാണ്, ഇതൊരു കസവ് ബോർഡർ വരുന്നത് പോലെയാണ് ഇതിന്റെ രണ്ട് വശത്തെയും ബോർഡർ വരുന്നത്. ഇത് ഞാൻ നേരത്തെ സാരി പറഞ്ഞതുപോലെ ഇത് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് അവര് ഒട്ടും സ്റ്റാർച്ച്ഡ് അല്ലാത്തതാണ് നമുക്ക് ഈ മെറ്റീരിയൽ. കാരണം ഇങ്ങനത്തെ വർക്കുകൾ ഇപ്പൊ ഈവൻ ഫാബ്രിക് പെയിന്റ് ഒക്കെയാണ് നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് കൂടുതൽ ഇത് ഡീസ്റ്റാർച്ച് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇങ്ങനത്തെ പെയിന്റ് വർക്കുകൾ അതുപോലെ ബ്ലോക്ക് പ്രിന്റുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒട്ടും പശയില്ലാതെ ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് സ്റ്റാർച്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് പല്ലു വരുന്നത് സെയിം ഈ ഒരു ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നുണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ബോർഡറും അതിന്റെ സെന്റർ പോർഷനിൽ ചെറിയൊരു മാംഗോ മോട്ടീവ്സ് ഒക്കെ പോലെ ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് പ്രിന്റ് ഡിസൈനിലാണ്. ആ ഒരു ബ്ലാക്കിൽ ആ ഒരു മാംഗോ മോട്ടീവ്സ് പോലെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടു വശത്തും നമ്മൾ ബോർഡറിൽ കണ്ട സെയിം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ വീണ്ടും സെറി വീവ്സോട് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതിൽ മഹേശ്വരി സിൽക്കി കണ്ടതുപോലത്തെ സെറി വീവിങ്സ് ഒന്നും ഇതിന്റെ പല്ലുവിന്റെ ഇടയ്ക്കൂടെ വരുന്നില്ല. അതൊക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ മഹേശ്വരി സിൽക്കിലൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ ഡിസൈൻ കൂടുതലായിട്ട്, അങ്ങനെ കുറച്ചും കൂടി ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട്. അപ്പൊ പ്രൈസും അത് തന്നെ വരുമല്ലോ. 2000+ റേറ്റ് വരുന്നതും മഹേശ്വരിക്കേ വരത്തുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ കോട്ടയൊക്കെ വരുമ്പോൾ 2000 ബിലോ റേറ്റിൽ നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചുമാണ്. അപ്പൊ അതനുസരിച്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വർക്കും ഒക്കെ. ഇതിനകത്തും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് പോലെ ഈ ഒരു ഓഫ് വൈറ്റ് ബേജ് കോമ്പിനേഷനിൽ വരുന്ന പോലത്തെ ബ്ലൗസ് ആണ്. ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്ന ബോർഡേഴ്സും സാരിയുടെ ബോർഡേഴ്സും സെയിം ആയിട്ട് വരും.
പക്ഷേ ബോഡി പോർഷനിലെ വർക്ക് വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പോലെയാണ് ഇതിനകത്തും ഡിസൈൻസ് വരുന്നത്. ഇതിനകത്ത് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന എല്ലാ സാരീസിനകത്തും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. മെജോറിറ്റി ഇതിലും ബ്ലൗസ് വരുന്നത് ഇതുപോലെ, ചിലപ്പോൾ ബോർഡേഴ്സ് സെയിം ആണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. വളരെ റെയർ ആയിട്ടാണ് നമുക്ക് സെയിം ടോണിൽ അല്ലെങ്കിൽ സെയിം പാറ്റേണിലൊക്കെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ തന്നെ മൽക്കോട്ടൺ ഫാബ്രിക് ആണ്. മൽക്കോട്ടനും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റിഫ്, നല്ല കട്ടിയുള്ള, അതായത് തീരെ ഈ ഇങ്ങനെ ഒട്ടും ബലമില്ലാത്ത പോലത്തെ ഫാബ്രിക് അല്ല, ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള മൽക്കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിന് ഇത്രയും ഒരു തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തീരെ ഇങ്ങനെ കിടക്കുന്ന ഫാബ്രിക് അല്ല എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ബേജ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. അതുപോലെ യെല്ലോ കളറിലെ വലിയ ബോർഡർ ഡിസൈൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇതാ ബോഡി പോർഷൻ കേട്ടോ, ഇതിന്റെ പല്ലു പോർഷൻ ആണ്. ഇതിന്റെ പല്ലു മടക്കി വെക്കുമ്പോൾ അതിന്റെ പല്ലു പോർഷനോട് ചേർന്ന് വന്നേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. അതെ ഉണ്ടോ, ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഉള്ളിൽ വരുന്ന ബോർഡർ പ്ലെയിൻ മീൻസ് ഈ ഒരു ബ്ലാക്ക് ഇത് മാത്രം വരത്തുള്ളൂ. അടിയിൽ വരുന്ന ബോർഡേഴ്സ് യെല്ലോയും ബ്ലാക്കും കൂടെ ഉള്ളൊരു പാറ്റേണിൽ വരുന്ന ബോർഡേഴ്സ് ആണ്. പല്ലു വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ സാരിയുടെ കണ്ട പോലെ ബോർഡർ ഫുള്ളായിട്ട് വരുന്ന പോലെയാണ് പല്ലു വരുന്നത്. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ആ ഒരു ബോർഡർ അതേപോലെ തന്നെ വരുന്നത് പോലെ പല്ലു വരും. ഇതിനകത്തും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരും. ബ്ലൗസ് ഇതുപോലെ ബോർഡർ സെയിം ആയിക്കൊണ്ട് കളർ കോമ്പിനേഷൻ ഈ പറഞ്ഞ ഇതിനകത്ത് അധികം കോൺട്രാസ്റ്റ് വരാനായിട്ട് ബോഡി കളർ സെയിം ആയതുകൊണ്ട് തന്നെ സെയിം കളർ തന്നെയാണ്. ടോൺ വന്നിരിക്കുന്നത് സെയിം ആണ്, ഡിസൈൻ പക്ഷേ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വേറൊരു പാറ്റേണിലാണ്. ജോമെട്രിക് പാറ്റേൺ തന്നെയാണ്, പല പല ജോമെട്രിക് പാറ്റേൺ മിക്സ് ചെയ്ത് വരുന്ന പോലത്തെ ആയിട്ട് ഡിസൈനാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു പാറ്റേണിലാണ് അത് സാരിയും ബ്ലൗസും വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1299 ആണ്. ഈ ഒരു മൽക്കോട്ടൺ സാരി, മൽക്കോട്ടൺ സാരിയും പല റേറ്റിലും പല ക്വാളിറ്റിയിലും വരാറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും അതിന്റെ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഈ റേറ്റ് വരുന്നത്. 1000 ബിലോയിലൊക്കെ മൽക്കോട്ടൺ സാരീസ് അവൈലബിൾ ആകാറുണ്ട്. അപ്പോൾ അതിന്റെ കട്ടിയും ഒക്കെ വ്യത്യാസം വരും. അതിനകത്ത് കോട്ടൺ യൂസ് ചെയ്തിരിക്കുന്ന യാൺസിന്റെ അതിന്റെ ക്വാളിറ്റിയും അതുപോലെ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ഡൈസ് ഒന്നും ആയിരിക്കില്ല യൂസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വരും. ഈ സെയിം സംഭവം നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 1000 ബിലോ, അതായത് ഈവൻ 850ക്കും 900നും ഒക്കെ ഈ പറഞ്ഞ പോലെ മൽക്കോട്ടൺ സാരീസ് അവൈലബിൾ ആവുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും പ്യുവർ ഈ ഒരു ക്വാളിറ്റി വരുന്ന മൽക്കോട്ടനും ആയിരിക്കില്ല, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ആയിരിക്കില്ല. കണ്ടാൽ ഈ പറഞ്ഞ പോലെ അറിയാവുന്നവർക്ക് അത് അത്രയും നല്ല പ്രിന്റ് വ്യത്യാസം അറിയാനായിട്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ഡിഫിക്കൽട്ട് മീൻസ് ഫോട്ടോയിലൊന്നും നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയും മിഷൻ എംബ്രോയിഡറിയും പറയില്ല, ഫോട്ടോയിൽ കാണുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ അടുത്ത് കാണുമ്പോഴായിരിക്കും അതിന്റെ ക്വാളിറ്റിയും വ്യത്യാസവും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അതാണ് മൽക്കോട്ടന് വരുന്ന രണ്ടാമത്തെ സാരി വരുന്നത്. ഒരു ബ്ലാക്ക് ബേസ് വരുന്നത്, അത് ലൈൻസ് പാറ്റേണിൽ വരുന്നതാണ്. ലൈൻസിന് ഇടയ്ക്കൂടെ ഇതുപോലൊരു നമ്മൾ ടൈഡൈ ഒക്കെ വരുന്നത് പോലെ ഇത് കണ്ടോ, ഇങ്ങനെ വെയിൻസ് വരുന്നത് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓരോ ലൈൻസിനിടയ്ക്കും നല്ലൊരു ഡെഫിനേഷൻ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് ബോഡി പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഫുള്ളായിട്ടും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ് വരുന്നത്. അത് ബോർഡർ വരുമ്പോഴത്തേനും ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് ആ ഒരു ബോർഡറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗ്രീൻ, ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡുള്ള ഗ്രീൻ ആണ്. ഗ്രീൻ, യെല്ലോ, വൈറ്റ് കോമ്പിനേഷൻ, വൈറ്റുള്ള ബേജ് കോമ്പിനേഷൻ, ബ്ലാക്ക് അതിനകത്ത് മിക്സ് ആവുന്നത് കൊണ്ടാണ് പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബേജ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡിലോട്ട് വരുന്നത്. അതുപോലെ വെർട്ടിക്കൽ ലൈൻസ് ആയതുകൊണ്ട് ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല ആപ്റ്റ് ആയിരിക്കും. കാരണം ലൈൻസ് എപ്പോഴും വെർട്ടിക്കൽ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒതുങ്ങിയൊക്കെ തോന്നും. അതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങനെയൊക്കെ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതേ ലൈൻ പാറ്റേൺ വന്നിട്ട് ഈ ഒരു പോൾക്കാ ഡോട്ട്സ് കൂടെ വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഈ ഒരു പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇതിനകത്ത് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ്. ഒരുപാട് കോൺട്രാസ്റ്റ് ഒന്നും അതിനകത്ത് ബ്ലൗസിൽ വന്നിട്ടില്ല, പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനും 1299 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത്രയും ഈ 3 മെറ്റീരിയൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മെറ്റീരിയലൂടെ ശരിക്കും അവൈലബിൾ ആണ്, ചന്തേരി സിൽക്ക്. പക്ഷെ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പം ഇല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒരു 7 to 10 ഡേയ്സിൽ നമ്മൾ ഡിസ്പാച്ച് റെഡി ആക്കുന്നത് പോലെ നമ്മൾ കൂടുതലും അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ അവൈലബിൾ ഡിസൈൻസ് നമ്മൾ അയച്ചു തരാം. നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡിസൈൻസ് ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ നമുക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ 7 to 10 വർക്കിംഗ് ഡേയ്സ് എടുക്കും നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ 3 മെറ്റീരിയൽ കൂടാതെ നിങ്ങൾക്ക് ചന്തേരി സിൽക്ക് വേണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാം. അപ്പം ഇതിലേതെങ്കിലും മെറ്റീരിയൽ, ഇതിലേതെങ്കിലും ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓൾറെഡി അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളെ
വിളിക്കാറുണ്ട്. അപ്പൊ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സെയിം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ വാട്സ്ആപ്പ് തന്നെ പറഞ്ഞാണ് അടിയിൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിവതും ഇപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുക. ഈവൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒന്നും ഷെയർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡേറ്റും അതിനകത്ത് കാണിക്കുന്ന ഏത് ദിവസത്തെ മീൻസ് എത്രാമത്തെ സാരി ആണെന്നും ഒക്കെ പറഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്തെടുത്ത് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരാം. ഒത്തിരി ആൾക്കാരും അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ആ വീഡിയോയുടെ ഡേറ്റ് ഒന്നും എടുക്കാൻ അറിയത്തില്ല. എന്നാലും നമുക്ക് കഴിവതും എന്തെങ്കിലുമൊക്കെ ഹിന്റ് തന്നാൽ നമ്മൾ അതനുസരിച്ച് പറഞ്ഞത് എടുത്ത് തരുന്നതാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്കൊന്നും ഇത് എനിക്ക് ഒത്തിരി പ്രായമായ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് പരിചയമില്ല. എന്നാലും ഒരുപാട് സാരീസ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിക്കാറും അതിന്റെ അഭിപ്രായം ചോദിക്കാറും ഒത്തിരി അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ കൂടുതലായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.